കില്ലാടികളെ ഞാനൊരു കാര്യം പറയാം എന്ന് സംബന്ധിച്ച് 2 ദിവസമായി നമ്മുടെ അച്ചായൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നില്ല, ടോണി ചായൻ എന്ന് വെച്ചാൽ പാവങ്ങളുടെയൊക്കെ ദൈവം. പുള്ളിക്കാരൻ എയറിലാണ് ഇല്ലാറുള്ളത്. അപ്പം ഞാനിതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചു. ഉദ്ദേശിച്ച് അപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാ യൂട്യൂബേഴ്സും കയറില്ല. ഞാൻ ആലോചിച്ചില്ല, എല്ലാ യൂട്യൂബേഴ്സും പുള്ളിക്കാരൻ എടുത്തിട്ടങ്ങ് പെരുമാറാണ്. മനസ്സിലായി? എടുത്തിട്ടങ്ങ് പെരുമാറാൻ പറഞ്ഞാൽ പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അച്ചായൻ തീ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടുന്നതിനെ കുറേ പേര് പറയുന്നത് അച്ചായൻ തീട്ടൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സ് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ കേരള ഈ ഒരു ക്രിട്ടിസൈസ് ചെയ്യുക, ഇപ്പോൾ വീഡിയോസ് എന്താ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ക്രിട്ടിസൈസ് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ഒപ്പീനിയൻ പറയാൻ തുടങ്ങിയ സീക്രട്ട് ഏജന്റ് ആണ് കണ്ടിട്ടാണ്. ഞാൻ പുള്ളിക്കാരൻ നമ്മൾ ഗുരുവായിട്ടൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ സീക്രട്ട് ഏജന്റ് പറഞ്ഞില്ല. ബട്ട് എനിക്ക് അതിന് യോജിക്കാൻ പറ്റില്ല. ആശാനൊക്കെ ആണെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മൾ ചോദിക്കണമല്ലോ. തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് പുള്ളിക്കാരൻ്റെ ഒപ്പീനിയാണ്. ഇപ്പോൾ മറ്റു യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്തത് അവരവരുടെ ഒപ്പീനിയാണ്. ഈവൻ എൻ്റെ ഒപ്പീനിയൻ കിടന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഈ ടോണി അച്ചായൻ ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾക്ക് സഹായം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ദൈവം തന്നെയാണ് പാവങ്ങളുടെ. ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു സിറ്റുവേഷനിൽ നിനക്കിപ്പോൾ ഒരു രൂപ തരാൻ, 1 രൂപയ്ക്ക് നിനക്കൊരു ആവശ്യം വന്നു. ആ 1 രൂപ തരുന്നത് ആരാണോ അവരുടെ ദൈവം കണക്കാക്കണം. മനസ്സിലായില്ലേ? മീൻസ് നമ്മളെ സിറ്റുവേഷനിൽ ബാഡ് സിറ്റുവേഷനിൽ നമ്മളെ വേഴ്സ് സിറ്റുവേഷൻ പറഞ്ഞാൽ നമ്മളെ എന്താണ് മോശം സമയത്ത് ആര് സഹായിക്കുന്നോ അവരെയാണ് ദൈവമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ലക്കിലടല്ല. അല്ലാതെ ഞാൻ സീരിയസ്ലി ഞാൻ ഒരു എത്തിച്ചാണില്ലടല്ല. അല്ലാതെ എനിക്കിപ്പോൾ ഈ രൂപം അല്ലെങ്കിൽ ഒരു കല്ല് കൊത്തുവെച്ച സംഭവം, ഈ അമ്പലം, അതിലൊന്നും താല്പര്യമില്ല. എനിക്കെന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുന്ന ആരാണോ അവരാണ് നമ്മുടെ ദൈവം. സീരിയസ്ലി ഞാൻ അവരെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ ടോണി ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളുടെ ദൈവം തന്നെയാണ് ഈ ലക്കിലടല്ല. ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പം നോട്ട് വെച്ചിട്ടില്ല. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ചാരിറ്റി ചെയ്യുന്ന എല്ലാവരും, ഇപ്പോൾ ഈവൻ ഞാൻ പറയുന്നത് ഇപ്പോൾ ജിയോജി തമ്പി അല്ലെങ്കിൽ നമ്മുടെ നിക് വ്ലോഗ്സ് ഒക്കെ ചെയ്തു. നിക് വ്ലോഗ്സ് ഒക്കെ അന്ന് ചെയ്ത സമയത്ത് നിക് വ്ലോഗ്സിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കുറേ വീഡിയോ ചെയ്ത് കേട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ ഒരു പാവത്തിന് ഒരു സംഭവം ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നില്ല. ഇപ്പോൾ ഭക്ഷണം കിട്ടാതെ ഒരാൾ പറയണം അതിന് അവനാര് ഭക്ഷണം മേടിച്ച് കൊടുത്തു, ഇല്ലെങ്കിൽ നമ്മൾ ആ ഭക്ഷണം മേടിച്ച് കൊടുക്കുന്ന വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ കൂടി അവൻ പറയും അവൻ്റെ റീച്ചിന് വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ അവൻ വിറ്റ് കാശാക്കാണ് എന്നൊരു സംഭവം. പക്ഷേ അവിടുത്തെ ഒരാളുടെ വിശപ്പാണ് അടങ്ങണില്ലല്ലേ. ഇപ്പോൾ ഒരാളിപ്പോൾ അവൻ റീച്ചിന് വേണ്ടി എന്തോ ചെയ്തോട്ടെ, മറ്റേയാൾക്ക് എന്താണ് അവിടെ ഭക്ഷണം കിട്ടിയാൽ മതി. മനസ്സിലല്ലേ? അപ്പോൾ അതിപ്പോൾ മറ്റേ റീച്ച് എടുത്തോട്ടെ, ഇപ്പോൾ അവരെന്തോ ചെയ്തോട്ടെ, അയാൾക്ക് എന്താണ് ഭക്ഷണം കിട്ടിയത്, നിലയിലോട്ട് ഭക്ഷണം കിട്ടിയാൽ മതി. അപ്പോൾ അയാൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലല്ലേ, അത്ര നോക്കിയാൽ മതി. ഇല്ലാതെ വേറെ ഒന്നും നോക്കണം നിങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ സീക്രട്ട് ഏജന്റാണ് റിയാക്ട് ചെയ്ത് ഞാൻ കുറച്ച് സംഭവങ്ങൾ എടുത്ത് വെക്കാനില്ലല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് വേറെ കുറേ യൂട്യൂബേഴ്സ് എടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റാണ് ചെയ്ത് ഞാൻ വെക്കാം. എന്ന് വെച്ചാൽ ഞാൻ പുള്ളിക്കാരൻ നമ്മളൊരു ആശാനായി കണക്കാക്കുമ്പോൾ ആളുടെ അടുത്ത് വെക്കണമല്ലോ. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ ടോണിയെ ചെയ്യാൻ പറയുന്നൊരു കടല ഇതിനൊരു മറുപടി ആവില്ല. സത്യം പറഞ്ഞു വെച്ചാൽ ഞാൻ പുള്ളിക്കാരൻ എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുള്ളൂ കേട്ടല്ലോ. വേറെ ഒന്നും ഞാൻ പറയില്ല. അപ്പോൾ അതിൻ്റെ ഒഴിച്ച് അതിൻ്റെ 2-3 സംഭവങ്ങൾ വെക്കുന്ന മുമ്പ് സീക്രട്ട് ഏജന്റ് അങ്ങനെ തന്നെ വെക്കാട്ടെ. എന്നാലും അതിലൊരു ഗുമ്മുള്ളൂ. മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഞാൻ സീക്രട്ട് ഏജന്റാണ് കുറേ സംസാരിക്കുന്നത്. സീക്രട്ട് ഏജന്റ് ഓടി സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്താ റിയാക്ടിങ് കിങ് മേക്കർ. ഓക്കെ ഉള്ളത് നമുക്ക് പരസ്യം വന്നു. അത് പക്ഷേ ആളുടെ വീഡിയോ അടിച്ച് കയറിയിട്ടാവും. ഏകദേശം 30 മിനിറ്റ് വീഡിയോ 1,00,000 വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല അരി ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരത്തിന്. ഓക്കെ പ്ലേ സ്ക്രീൻഷോട്ട് വെച്ചിട്ടില്ല. ഒരു ഇത്ര സമയത്ത് പ്ലേ ചെയ്താൽ നമ്മൾ അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ കില്ലടല്ല 1 മിനിറ്റ് കിട്ടി. ഞാൻ ഫസ്റ്റ് വെക്കാം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഉണ്ട്. ആ വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുക. അല്ലാതെ പുള്ളിക്കാരൻ സീക്രട്ട് ഏജന്റാണ് ടോണി ആശാനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക PR വർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ കുറേ ഗോൾഡൻ നെയിംസ് ഉണ്ടല്ലോ, ടോണി ആച്ചാൻസ് ഗോൾഡൻ നെയിംസ്, അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതെന്തോ പ്രൊമോട്ട് ചെയ്തോട്ടെ കുഴപ്പമേ ഇല്ല. പക്ഷെ പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ടോ അത് നോക്കിയാൽ മതി. ഇല്ലാതെ നമ്മൾ പോസിറ്റീവ് വശം നോക്കിയാൽ മതി, അല്ലാതെ നെഗറ്റീവ് ഒരിക്കലും നോക്കരുത്. അപ്പോൾ എന്താ ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ലൈവ് ആയിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ ലെറ്റ്സ് പ്ലേ. ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ, നന്മമരം ടോണി അച്ചായൻ. അപ്പോൾ ഈ അച്ചായനെ കുറിച്ച് ഇതിനു മുമ്പും ഞാനൊരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു കാര്യം വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത എയർ പോകാനുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു നന്മമരം സ്പെസിമൻ ആണ് ഈ പറഞ്ഞ ടോണി അച്ചായൻ എന്നുള്ളത്. ഡിസംബർ 1, 2025 ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇനി അടുത്ത് എയർ പോകാനുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു നന്മമരം, ചാരിറ്റി മരം ഇയാളാണ് എന്നുള്ളത് ഞാൻ ഉറപ്പിക്കാൻ. കാരണം ഇയാൾക്ക് ഈ PR പരിപാടികളിൽ വന്ന ഒരു തരം പുഷ് ഉണ്ട്. ആ പുഷ് അല്ലെങ്കിൽ ആ ടീം പറഞ്ഞു കൊടുക്കുന്നത്, അതായത് ഈ ടോണി അച്ചായൻസ് ഗോൾഡ് ചാരിറ്റി കുറേ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരാളാണ്. ഈ റീസെന്റ് ഒരു 1-2 വർഷമായിട്ടാണ് ഏതോ ഒരു PR ഏജൻസി ഇയാളെ ഹൈജാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇയാൾ ഏതോ ഒരു PR ഏജൻസിനെ ഏറ്റെടുത്ത് അവർ പറയുന്ന രീതിയിലുള്ള PR ഗിമിക്കുകളായി ഇയാളുടെ ചാരിറ്റി വർക്ക് മൊത്തം. അത് ഇയാളുടെ റീല് കണ്ടാൽ വളരെ എവിഡന്റ് ആണ്. ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അത് കാണുന്ന ആളുകൾ നിങ്ങളൊന്ന് ഇരുത്തി ആ വീഡിയോസ് ഒന്ന് കാണണം. ഓക്കെ, കിട്ടുന്നുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, സഹായിക്കുന്നുണ്ടാവും. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാ? ഇയാളെ സെൽഫ് PRന് വേണ്ടിയിട്ടാണ്, സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. ഇയാൾക്ക് 10-14 ഷോപ്പ് അല്ലെങ്കിൽ 10-40 ഷോപ്പ് പല ജില്ലകളിലായിട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളായിട്ടുണ്ടെങ്കിൽ, അവിടെയൊക്കെ പ്രൊമോഷന് വേണ്ടി പൈസ ചെലവാക്കിയത് നാട്ടുകാരിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലുള്ള ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് മില്യൺ ആളുകൾ കാണും. ഇയാൾ എല്ലാത്തിനും പറയുന്നത് അച്ചായൻസ് ഗോൾഡ് അച്ചായൻ. ഈസി ആയിട്ട് ഇയാളെ സെൽഫ് പ്രൊമോഷൻ നടക്കും, ഇയാളെ കടയുടെ പ്രൊമോഷൻ നടക്കും.
അവിടെ 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ചെലവാക്കേണ്ട സമയത്ത് ഇയാൾക്ക് ഇവിടെ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ഒരു ചാക്കരി അല്ലെങ്കിൽ സാധനത്തിന് കൂടുതൽ സംഗതി തോന്നുന്നു. ഈ ഒരു പാറ്റേൺ ആണ് ഇയാൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇയാളുടെ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാശ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു നാടകീയതയിൽ കാശ് കിട്ടുന്ന ആളുകൾ ഇയാളെ കാലിക്ക് വീഴും, കരഞ്ഞ് ഒച്ചപൊളി ഉണ്ടാക്കും. ഇങ്ങനത്തെ സ്കീം പരിപാടികളാണ് ഇയാൾ പലതിലും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ അടുത്ത കാലത്തായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടോണി അച്ചായൻ എയറിലേക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടോണി അച്ചായന്റെ ഈ അടുത്ത കാലത്ത് വന്നൊരു വൈറൽ കണ്ടന്റ് ആണ് 40 കടയ്ക്കൊപ്പം പാവപ്പെട്ട 40 കുടുംബത്തിന് വീട്. ഇത് അച്ചായന്റെ തന്നെ ഗോൾഡ് ഷോപ്പിന്റെ ഇനാഗുറേഷന്റെ ടൈമിൽ മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള അത് വെക്കാം. അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ള മറുപടി നമ്മുടെ സായി കൃഷ്ണ സീക്രട്ടേജനാണ് തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്ത് സംബന്ധിച്ച് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് പക്ക PR വർക്കാണ്. അത് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സംഭവം ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന നോർമലി കില്ലാടികളെ അല്ലെങ്കിൽ ഞാൻ കില്ലാടി എന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ ചാനൽ ഇതാവാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ കാണുമ്പോൾ കില്ലാടി എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായും ഇപ്പം എന്ന് വെച്ചാൽ അതെല്ലാവരും മാർക്കറ്റിൽ സംഭവം ഇടല. പക്ഷേ എന്തുകൊണ്ട് ഇപ്പം ടോണി അച്ചാൻ പറഞ്ഞിട്ട് ടോണി അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അതെന്ന് വെച്ചാൽ അത് വേണ്ടവർ ഇപ്പം നമ്മൾ ഒരാളെയും ഫോഴ്സ് ചെയ്യുന്നില്ല. മനസ്സിലായി. ഇപ്പോൾ ഗോൾഡിനെ കുറിച്ച് എന്താ വെച്ചാൽ പറയുന്നത്, ഇപ്പം പുള്ളിക്കാരൻ ഗോൾഡിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഗോൾഡിന്റെ കമ്പനി അല്ലെങ്കിൽ ഗോൾഡിന്റെ പുള്ളിക്കാരൻ്റെ കടനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കടയുണ്ട്. ഇപ്പോൾ ആരെങ്കിലും സ്വർണ്ണം വാങ്ങണമെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾ എൻ്റെ കടയിൽ തന്നെ വന്ന് സ്വർണ്ണം വാങ്ങും, ഞാൻ ടോണി അച്ചായൻസ് ഗോൾഡാണ്, നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങും, ഇവിടെ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയണേ ഇല്ല. പക്ഷേ അത് വേണ്ടവർക്ക് വാങ്ങാം. ജസ്റ്റ് ആസ് ആൻ ഓപ്ഷൻ, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. കൂടെ പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ പക്കയായി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ സഹായം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ അത് ഫോക്കസ് ചെയ്താൽ മതി. അല്ലാതെ ഒരിക്കലും ഇയാൾ പ്രൊമോട്ട് ചെയ്തു PR വർക്ക് ചെയ്തതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പറയാം. പുള്ളിക്കാരൻ സഹായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആൾ വഴിക്ക് പോട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിലിപ്പോൾ ആർക്കും ഒന്നും നഷ്ടം വരാനില്ല കില്ലറല്ലേ. പിന്നെ ഇനി പറയാൻ പോകുന്നത് സായി കൃഷ്ണ പറയാൻ പോകുന്നത് ഒരു 40 വീടുകൾ 40 കടയോടൊപ്പം 40 വീടുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ടോണി അച്ചായൻ ചെയ്ത സംഭവം എന്താണ് ഇല്ല ഞാൻ പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു സംഭവം ഡയറക്റ്റ് റീൽ ഞാൻ പ്ലേ ചെയ്യാം. എന്ന് വെച്ചാൽ സായി കൃഷ്ണനെ പ്ലേ ചെയ്യുന്ന മുമ്പ് ഞാൻ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യട്ടെ. എന്താ സംഭവിച്ചു, ഒരു കാല് വയ്യാത്തൊരാൾ പുള്ളിക്കാരൻ ഒരു ലൈഫ് മിഷൻ വഴിയാണ് സംഭവം. ലൈഫ് മിഷൻ വഴിയാണ് വീട് പാസ്സായത്. പക്ഷേ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോണി അച്ചായൻ കൊടുത്തു, ടോണി അച്ചായൻ എന്തെങ്കിലും കൊടുത്തു, ഇയാൾ എന്തിനാണ് അവിടെ നിൽക്കേണ്ട ആവശ്യം എന്നാണ് സംഭവം. ഞാനിത് വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയില്ലല്ലോ, ഒരു ലൈഫ് മിഷൻ എന്നൊരു സംഭവം ഇപ്പോൾ 5 ലക്ഷം 6 ലക്ഷം കിട്ടും. 6 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കൂടി ഒരു വീട് പണി ഫുള്ളായി പൂർത്തിയാക്കാൻ പറ്റുകയില്ല. അതിപ്പോൾ നിങ്ങൾ ഏതൊരു സാധാരണപ്പെട്ട ആൾക്കാരുടെ ചോദിച്ചാലും ശരി, ഇപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ചോദിച്ചാലും ശരി, എന്തായാലും ശരി, ഒരു മനുഷ്യനും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഉറപ്പാണ്, ഞാനത് ഉറപ്പായിരുന്നു. മനസ്സിലല്ലേ, ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ പൈസ നല്ല രീതിക്കാണ്. 5 ലക്ഷം കൊണ്ടൊന്നും ഒരു പ്രോപ്പർട്ടി വാങ്ങുക അല്ലെങ്കിൽ അവിടെ പണി തീർക്കുക അതൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല വിലയാണ് എല്ലാ മെറ്റീരിയൽസും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷേ ഇതിൽ കോപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്യും. ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തോന്നും ഇതെന്ത് വീഡിയോ എന്നൊരു സ്വഭാവം വരും. പക്ഷേ മ്യൂസിക് വരുമ്പോൾ ചാരിറ്റി ആവുള്ളൂ. പക്ഷേ ചാരിറ്റി എന്നൊരു സംഭവം അല്ലെങ്കിൽ ആ സങ്കടം എന്നൊരു സംഭവം മ്യൂസിക് ഇല്ലാതെ നിങ്ങൾ കേട്ട് നോക്കൂ. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുമായിരിക്കാം. പക്ഷേ ഞാൻ എന്നാലും അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണെങ്കിൽ മേല കുടിയിലാണ് താമസിക്കുന്നത്. ഇവർ ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവർ ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് ഞാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സമയത്താണ് ജലം പതിക്കുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കണം. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവർ കയറി താമസിക്കുന്ന കാണണം. നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിലിൽ നിന്ന് മോചനം കിട്ടുക എന്ന്, അല്ലേ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മിടുക്കരായിട്ട് വേണം കൊണ്ടുപോകാൻ. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? സന്തോഷമായില്ലേ വീട് കണ്ടപ്പം? ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. ബാ, എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു പാർട്ടി കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. കാണാൻ വഴി വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്ന നിങ്ങൾ നമ്മളെ ഇവിടെ താമസമാക്കിയും ഒരു പുതിയ കെട്ടം തന്നു സഹായിച്ചിട്ടും ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് വരെ. ബൈ ബൈ. അച്ചായൻസ് ഗോൾഡ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി ഏൽപ്പിച്ചത്. പോകട്ടെ. അപ്പോൾ അത്ര ഉള്ളിലുള്ള എന്ന് വെച്ചാൽ അച്ചായൻസ് ഗോൾഡ് ബൈ ബൈ. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. സംഭവം ഇതെന്ന് ചോദിച്ചില്ല, ഇത് നോർമലി പുള്ളിക്കാരൻ ലൈഫ് മിഷന്റെ വീട് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ലൈഫ് മിഷന്റെ വീട് തന്നെയാണ്. സോ ലൈഫ് മിഷന്റെ വീട്ടിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞില്ല മുമ്പ് പറഞ്ഞ 5 ലക്ഷം കൊണ്ടൊന്നും ഒരു വീട് പണിയും പൂർത്തിയാക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആരുടെ അടുത്ത് പണി ചോദിക്കാം. ഞാൻ എപ്പോഴും പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് കെട്ടാൻ പറ്റും, അല്ലെങ്കിൽ തേക്കാൻ പറ്റും. ബാക്കി ഇതുപോലെ ഇപ്പോൾ ടൈൽ ഇടുക അല്ലെങ്കിൽ വീട് ഫർണിച്ചർ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പാണില്ലല്ലേ, ഞാനതിപ്പോൾ വാക്ക് തരും നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും വീട് കെട്ടിക്കൊണ്ടിരിക്കുക ലൈഫ് മിഷൻ വഴി ലക്ഷങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ വീട് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായി, പൈസ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ പൈസ ഇല്ല, പണ്ട് കാര്യമില്ല.
അപ്പം ഞാനിത് എന്ത് സംഭവം ചോദിച്ചാൽ സീക്രട്ട് ഏജന്റാണ് തന്നെ ഇത് സംഭവം വെക്കുന്നുണ്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫ് മിഷൻ വീട് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ഒരു ഫേസ്ബുക്കിൽ ത്രൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിലും ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ അമ്മയച്ഛനും വയ്യാത്ത അമ്മയച്ഛനും അതിലും ഒരു സംഭവങ്ങൾ പറയുന്നുണ്ട്. അതും ഞാൻ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. 11:24 എല്ലാം സ്ക്രീൻഷോട്ട് വെച്ചിരിക്കാനില്ല കേട്ടോ. ഇത് നമുക്ക് സമയം അറിയില്ലല്ലോ. അപ്പോൾ 11:11 അവിടെ നിന്നിട്ട് വയ്ക്കാം. എന്ന് വെച്ചാൽ ബാക്കി പുള്ളിക്കാരൻ 11. ഓക്കെ, ലെറ്റ്സ് പ്ലേ. കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയിൽ താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോകുന്നത്. ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു? ഇവിടെ എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെ നടക്കുകയാണ്, ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി ഏതുവരെ എത്തി? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് വെച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. ഇല്ല ഇല്ല, നമ്മൾ 2 പേരേ ഉള്ളൂ. ഇപ്പൊ ടാർപ്പാള ഒരാള് 5000 രൂപ തന്നുകൊണ്ട് അത് വാങ്ങിച്ച് കെട്ടി. നമുക്ക് വരുമാനമൊന്നും ഇല്ല, ആരും തരാനുമില്ല. എനിക്ക് കിട്ടി. അത് സന്തോഷമായിട്ട് അതിൽ ചെന്ന് കിടക്കാൻ പോകും. ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാം. ഈ മുരുകൻ ചേട്ടന്റെ വീടിനകത്തേക്ക് വണ്ടി വരും. ഈ മണൽ കിടക്കുന്നതുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. മുരുകൻ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് കാർ വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടന്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടൻ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാം. അതാണ് ശരിക്കുള്ള ലൈഫ്. ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസം. ഇപ്പൊ കണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ സംഭവം അതാണ്. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിലൂടെയും മറ്റേ വീഡിയോ വന്നതെന്ന് വെച്ചാൽ ലൈഫ് മിഷൻ ത്രൂ പദ്ധതി പാസ്സായ വീടുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്കൊരു സംഭവം എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ഇനി വീട് പാസ്സായല്ലോ അല്ലെങ്കിൽ വീട് കെട്ടിക്കഴിഞ്ഞല്ലോ ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ടോണി അച്ഛൻ അതായിരിക്കും ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ലൈഫ് മിഷൻ വഴി പദ്ധതി പാസ്സായി, വീട് പാസ്സായി. പക്ഷേ അതിനുശേഷമുള്ള വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ടോണി അച്ഛൻ ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും നടന്നിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 1000 രൂപയെങ്കിൽ 1000 രൂപ അത് അവിടെ ചെയ്യുന്നുണ്ടല്ലോ. സോ ആളെ കുറ്റം പറയേണ്ടതാണ് ഞാനും പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ എന്താ ചോദിച്ചാൽ ടോണി അച്ഛനോട് എനിക്കിപ്പോൾ പേഴ്സണലി ഇപ്പോൾ പുള്ളിക്കാരൻ എനിക്കിപ്പോൾ കാശ് തന്നിട്ട് VR വർക്ക് ചെയ്തല്ല. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ ഞാനത് പറയാനുള്ളത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു 1000 രൂപയ്ക്ക് 100 രൂപ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 10 കിലോ അരി അല്ലെങ്കിൽ ഒരു മറ്റേ ദിവസങ്ങൾ കഴിഞ്ഞ് നിൽക്കാൻ വേണ്ടി 10 കിലോ അരി അല്ലെങ്കിൽ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. അത് ആളുടെ വഴിക്ക് അങ്ങോട്ട് പോട്ടെ. നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിച്ചാൽ മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ആസ് എ കോമൺ മാൻ മനസ്സിലായി. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നപ്പോൾ ഇപ്പോൾ 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ. 5 പേരെങ്കിൽ 5 പേര് ആസ് എ കോമൺ മാൻ എന്നൊരു സാധാരണക്കാരെന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യുന്നുണ്ടല്ലോ, ആളത് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അപ്പോൾ ആളെ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആളങ്ങനെ വിശ്വസിക്കുക നിങ്ങൾ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരിക്കലും പുള്ളിക്കാരനെ ഏറെ കയറ്റരുത് എന്നേ പറയുന്നുള്ളൂ ഇയാളെ. എനിക്കതാണ് പറയാനുള്ളത്. ഒരു മിനിറ്റുള്ള ഒരു കോൾ വരുന്നുണ്ട്. കോൾ കഴിഞ്ഞില്ലേ? അപ്പോൾ അതാ പറയാനുള്ളത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആളുടെ വഴിക്ക് ഇങ്ങോട്ട് നീങ്ങട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പോലെയല്ലേ. അപ്പോൾ ആളുടെ വഴിക്ക് ചാറ്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പോട്ടെ. നിങ്ങൾ അത് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇനി ടോണി അച്ഛൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ടോണി അച്ഛൻ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട്. നമ്മൾ സായി കൃഷ്ണനെ 20 മിനിറ്റ് 25 മിനിറ്റ് വീഡിയോ ചെയ്തില്ല. ഞാൻ ഫുള്ളായി വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം മനസ്സിലായ പോലെ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറുപടി ടോണി അച്ഛൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ കേട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. തെറ്റ് ചെയ്തിട്ടില്ല. ചാരിറ്റിയുടെ പേരിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ് 100% ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അത് വീടായാലും കാശ് കൊടുത്തിട്ട് വരാം, അവിടെ ഞാൻ കാശ് കൊടുക്കാൻ വീട് കംപ്ലീറ്റ്. പിന്നെ കുറേ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ഈ പറയുന്ന ആൾക്ക് കാത് കൊടുക്കുന്ന കാര്യം എനിക്കുണ്ടോ? ജൂലർക്കാർ നക്കാപ്പിച്ച് കൊടുത്ത് പലരും ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? അവർ ചെയ്യട്ടെ. അച്ഛൻ മുന്നിൽ പോകും അല്ലെ? പോകണ്ടേ? ഈ അച്ഛനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ ആരോപണം. ആയിരിക്കാം. ഇങ്ങനെ ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ പേര് തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെ തളർത്താൻ നോക്കില്ല. നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? എന്താണെന്ന് എനിക്കറിയില്ല. ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ. കുറെ പേർക്കൂടെ ഇനി പോകാനുണ്ട്. കുറെ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട്. അതൊക്കെ ഒന്ന് നടത്തിക്കൊണ്ട് ഇത് കളയരുതേ. അതെ പ്ലീസ് എന്നാ പറയാം, ഇത് കളയാതിരിക്കാൻ നിങ്ങൾ. ആർക്കും ഒരു ചേതയില്ലാത്ത ഉപകാരമാണ്. ആരെയും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല. പിന്നെ എന്തിനാ എന്നെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എന്റെ വഴി ഒന്ന് പോക്കോട്ടെ. കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ആരും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യത്തിൽ.
അച്ഛൻ്റെ സംസാര രീതിയൊക്കെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നിയില്ലേ? ഇതൊക്കെ എന്നാ പറയാ, എല്ലാ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റും. നമ്മൾ നമ്മുടെ രീതി, നമ്മൾ ആരും നോക്കണ്ട. ദൈവം എന്നോട് പറയുന്നത് ചെയ്യാൻ, ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന പോലെ ഞാൻ ദൈവം എനിക്ക് സമ്പാദ്യം തരുന്നു, ഞാൻ ചെയ്യുന്നു. അല്ല ഞാൻ ഒരിക്കലും എന്നാ പറയും കൂട്ടി വെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. പാവം കൊടുക്കാൻ തന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് അന്നദാനമായാലും കല്യാണമായാലും ഏത് രീതിയിലായാലും. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ എനിക്കറിയില്ല. എത്രയോ പേരെ വിമർശിക്കാൻ കിടക്കുന്നു, എത്രയോ അഴിമതിക്കാരുണ്ട്. അവരൊന്നും നോക്കാം, എന്നെ എന്തിനാ നോക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അച്ഛൻ്റെ സക്സസ് കണ്ടിട്ട് ഈ ബിസിനസ്സിലേക്ക് പുതിയ ശത്രുക്കളുണ്ട്, ഒത്തിരി ശത്രുക്കളുണ്ട്. ജൂലർക്കാരുണ്ട്. അവരാണെങ്കിൽ നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യുന്നത്, യൂട്യൂബർമാരെ കൊണ്ട് ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, ഇവർ മേടിച്ചോട്ടെ, അവിടെ നിന്ന് നക്കാപ്പിച്ച മേടിച്ചോട്ടെ. അതിനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ചെയ്തോട്ടെ, എന്തിനാ തടസ്സം നിർത്തുന്നത്? ഞാൻ ശരിയല്ലേ, ഞാൻ ആടെയെങ്കിലും ₹1 ആരെങ്കിലും പറയാം മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ ചാരിറ്റി ₹1 ഒരു മനുഷ്യനോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമയത്തിന് ഇത്രയും വർഷമായിട്ട് ചാരിറ്റി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ₹1 ഒരാളോട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ മതി, എനിക്ക് കോടികൾ വരും. എനിക്കറിയാം, ദൈവത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും തെറ്റ് കാണിക്കില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നതാണ്. അത് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യും. ഞാൻ പറയുന്നത് ഞാൻ ആരുമല്ല, നാളെ നമ്മൾ എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഉള്ളത് ഞാൻ കൊടുത്ത് ചെയ്യും. അത് നിർത്താൻ ആരെക്കൊണ്ട് പറ്റും? ചുടവളം വരട്ടെ, നിർത്താൻ എന്റെ മുമ്പിൽ വരട്ടെ, നിർത്താൻ ചാരിറ്റി നിർത്താൻ ഒരാളെ ഞാൻ സമ്മതിക്കുന്നു. അത് അച്ഛൻ കണ്ടിന്യൂ ചെയ്യും. അതിന് ആരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ തളർത്ത് വരും. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ചാരിറ്റിയുടെ പേര് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ് 100% ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അത് വീടായാലും കാശ് കൊടുത്തിട്ട് വരാം, അവിടെ ഞാൻ കാശ് കൊടുക്കാൻ വീട് കംപ്ലീറ്റ്. പിന്നെ കുറെ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ ചെയ്യുവാണ് മനസ്സിലാക്കി. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമുള്ളൂ. വിമർശിക്കാൻ ഒത്തിരി പേരുണ്ട്. വിമർശിച്ചോ, സ്നേഹിക്കുന്ന ഈ വിമർശിക്കുന്നതിന്റെ 50 ഇരട്ടി പേരുണ്ട്. അത് മതിയല്ലോ എനിക്ക്, അല്ലേ? വിമർശിക്കുന്ന 10 പേരാണെങ്കിൽ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ. അതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ കണ്ടിട്ട് അമ്മയായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും ചേട്ടന്മാരായ ചേച്ചിമാർ, എത്രയോ പേര് അനിയന്മാരായാലും അനിയത്തിമാരായാലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ. ഇതുപോലെ ആരെങ്കിലും വെല്ലമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ കാത് കൊടുക്കുന്നില്ല, നേരെ പോവാണ്. കാത് കൊടുക്കുന്ന കാര്യം എനിക്കുണ്ടോ? ജൂലർക്കാർ നക്കാപ്പിച്ച കൊടുത്ത് പലരും ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യാൻ? അവർ ചെയ്യട്ടെ, അച്ഛൻ മുന്നിൽ പോകും, അല്ലേ? പോകണ്ടേ, അല്ലേ? അപ്പൊ അത്ര ഉള്ളില്ലല്ലേ, കേട്ടല്ലോ. എന്ന് വെച്ചാൽ അച്ചായനായിട്ട് ഈ സത്യം പറഞ്ഞു. അതാണ് ഇപ്പൊ ഫുൾ ട്രോൾ പേജ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ അച്ചായൻ സത്യം പറഞ്ഞു. ചില വീടുകൾ പണിഞ്ഞു കൊടുത്ത വീടുകൾ ഞാൻ പണിഞ്ഞിട്ടുണ്ടാവാം, ഓക്കെ. ഞാനും അതിനെങ്കിലും ഫസ്റ്റ് തൊട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് മിഷൻ വഴി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട് പണി നടത്തുന്നുണ്ടാവരുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ അതിന് പൈസ കൊണ്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അതിപ്പോ ഞാൻ പറഞ്ഞു, ₹100 ₹100 1000 ₹1000 1 ലക്ഷം ₹1 ലക്ഷം. പിന്നെ ചിലർക്ക് 4 ലക്ഷം രൂപ ചെക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അച്ഛൻ്റെ വീഡിയോ പ്രൊഫൈലിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെക്കുകൾ കൊടുക്കുന്ന ലക്ഷങ്ങളിലൊക്കെ പുള്ളിക്കാരൻ സഹായിക്കുന്നുണ്ടല്ലോ കിലടല്ല. അതിപ്പോ എന്ത് PR വർക്കാണെങ്കിലും, ആളുടെ മറ്റേ ജ്വല്ലറിയുടെ PR വർക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ 10 ലക്ഷം 5 ലക്ഷം കൊടുത്ത് ഹണി റോസിനൊക്കെ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ ഹണി റോസ് എക്സാമ്പിൾ മാത്രമല്ല, പല നടിമാരെയും വിളിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ ബെറ്റർ അല്ലേ ഇത് ഇല്ലട്ടല്ലേ? എന്ന് വെച്ചാൽ പാവങ്ങൾക്ക് ഒരു ഉപയോഗമാകും, ഉപകാരമാകും. അതുപോലെ തന്നെ മറ്റേ പുള്ളിക്കാരനെ വർക്ക് ചെയ്ത പോലെയോ എന്ന് വെച്ചാൽ പരസ്യം ചെയ്ത പോലെയോ. ഇപ്പൊ ആള് ഫുള്ളായിട്ടൊന്നും പറയല്ലോ. എന്ന് വെച്ചാൽ എന്റെ ഗോൾഡ് ഇവിടെ വന്നിട്ട് ഗോൾഡ് വാങ്ങുന്ന, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യും, എന്റെ ഗോൾഡ് നിങ്ങൾ എന്റെ സ്വർണ്ണ ജ്വല്ലറി തന്നെ, അല്ലെങ്കിൽ എന്റെ ജ്വല്ലറി തന്നെ സ്വർണ്ണം വാങ്ങുന്നത് പറയണേ ഇല്ല. ടോണി അച്ചായൻസ് ഗോൾഡ് അത്ര ഉള്ളൂ ഇല്ലടല്ലേ? മനസ്സിലായില്ലേ? അതിലിപ്പോ PR വർക്കോ എന്തോ ആയിക്കോട്ടെ, ഒരാൾ പാവങ്ങൾക്ക് സഹായം കിട്ടുന്നില്ലേ? ജസ്റ്റ് തിങ്ക്. അതും ആലോചിച്ചാൽ നിങ്ങൾ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക. നിങ്ങൾ പുള്ളിക്കാരൻ നെഗറ്റീവ് എടുക്കുന്നത്. ഇപ്പൊ ആരൊക്കെയോ പല യൂട്യൂബേഴ്സ് വിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഞാൻ വെച്ചാൽ എന്റെ ചാനൽ വഴി എനിക്ക് തോന്നിയ അഭിപ്രായമില്ല. എന്ന് വെച്ചാൽ എന്റെ അഭിപ്രായം പറയുന്നത്, നിങ്ങൾ സാധാരണക്കാരൻ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വ്യൂവേഴ്സ് 5 പേരൊക്കെ ഉള്ളൂ. 5 പേര് ഫുള്ളായി വീഡിയോ ഒന്ന് കണ്ടതൊന്നും അറിയില്ല. പക്ഷെ കണ്ടാൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുള്ളൂ. എനിക്ക് അതേ പറഞ്ഞുള്ളൂ. ആസ് എ കോമൺ മാൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായത്. ഇനിയിപ്പോൾ അവർ പറഞ്ഞ പോലെ, മറ്റു യൂട്യൂബേഴ്സ് പറഞ്ഞ പോലെ ഇതൊക്കെ എന്തിനാണ് ഇവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാരിറ്റി എന്ന രീതിയിൽ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോളൂ. എല്ലാവരും അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ചാരിറ്റി നിർത്തരുതില്ല. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 1 ലക്ഷം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ 1000 രൂപ കൊടുത്താൽ ശരി, 100 കൊടുത്താൽ ശരി, അത് ഒരു കിട്ടേണ്ട ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരം. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പോൾ കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അതിന് കുറച്ച് പേർക്കൊക്കെ കുറെ നല്ലത് ചെയ്യുന്നുണ്ട്. നല്ലതാണ് ഇല്ലടല്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ആൾ ചെയ്യുന്നുണ്ട്, ആളെ സപ്പോർട്ട് ചെയ്യുക, ആളിനി ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ആളുകാരൻ കുറെ പേര് സന്തോഷിക്കുന്നുണ്ട്, കുറെ പേര് ഇതാവുന്നുണ്ട്. അത് നോക്കിയാൽ പറയില്ലടല്ലേ, അല്ലാതെ വേറെ എന്തിനും നോക്കേണ്ട ആവശ്യം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത്ര പറഞ്ഞുള്ളൂ. ഗുഡ് ബൈ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എന്താ വെച്ചാൽ ബൈ പറയുമ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എന്താ വെച്ചാൽ ഇതിന് റിയാക്ട് ചിലപ്പോൾ നമ്മുടെ വീഡിയോ അടുത്ത് റിയാക്ട് ചെയ്ത് നോക്കാനൊക്കെ ചാൻസ് ഇല്ല. നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ.